ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിവി ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ 2 സ്റ്റിച്ചുമായിട്ടാണ് വന്നേക്കുന്നത്. ഇനി അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ച് ലേസി ഡേസിയാണേ. അപ്പോൾ 3 ലൈൻ ഇട്ടിട്ടുണ്ട് അതിന്. അപ്പോൾ ആദ്യം ആ രണ്ടാമതിട്ടേക്കുന്ന ലൈനിലാണ് തയ്ച്ച് തുടങ്ങേണ്ടത്. അത് തയ്ച്ചിട്ട് അവിടുന്ന് മുകളിലത്തെ ലൈനിലേക്ക് ഇങ്ങനെ സൂചി കുത്തിയെടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ സൂചിയുടെ മുകളിൽ കൂടെ നൂല് ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് വീണ്ടും അവിടുന്ന് താഴേക്ക് തയ്ക്കുക. അതിൻ്റെ ആ ഒരു പെറ്റൽസ് ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഒരു കുഞ്ഞു തയ്യൽ തയ്ക്കുന്നത്. ഇനി വീണ്ടും ആദ്യം തയ്ച്ച സ്ഥലത്ത് തന്നെ വരിക. അവിടുന്ന് കുത്തി വീണ്ടും 3ാമത്തെ ലൈനിലേക്ക് വരിക. ആദ്യം കുത്തിയെടുത്തു എന്ന് തന്നെ കുത്തി 3ാമത്തെ ലൈനിലേക്ക് തയ്ക്കുക താഴെ. എന്നിട്ട് വീണ്ടും ആ സൂചിയുടെ മുകളിൽ കൂടി നൂല് ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ 2 പെറ്റൽസ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ചെറിയൊരു തയ്യൽ തയ്ച്ചിട്ട് ആദ്യം കുത്തി തയ്ച്ച സ്ഥലത്ത് തന്നെ എത്തുക. അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് 2ാമത്തെ ലൈനിൽ വീണ്ടും ഒരു പെറ്റൽ തയ്ക്കുക. വീണ്ടും ചെറിയൊരു സ്റ്റിച്ച് തയ്ച്ച് അടിയിലേക്ക് കൊണ്ടുവരിക. വീണ്ടും അതാദ്യം നമ്മൾ തയ്ച്ച സ്ഥലത്ത് തന്നെ, അതായത് അതിൻ്റെ ആ മിഡിൽ ഭാഗത്ത് കൊണ്ടുവരിക. അവിടുന്ന് വീണ്ടും അതേ ലൈനിലേക്ക്, അതായത് 2ാമത്തെ ലൈനിൽ ഒരു റൈറ്റ് സൈഡിൽ ഒരു പെറ്റലും കൂടെ തയ്ക്കുക. സൂചി കുത്തിയെടുത്തിട്ട് നൂല് വീണ്ടും അതിലൊന്ന് ചുറ്റി ഒരു പെറ്റലും കൂടെ തയ്ച്ചു. അങ്ങനെ ഇതിന് 4 പെറ്റൽസാണ് തയ്ക്കുന്നത്. ഇനി വീണ്ടും താഴേക്ക് കുത്തിയിറക്കി വീണ്ടും അല്പം ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ തയ്ക്കുക. ആദ്യം നമ്മൾ കുത്തിയ സ്ഥലത്തുനിന്ന് കുത്തി ഫസ്റ്റ് ലൈനിലോട്ട് എടുക്കുക. എന്നിട്ട് ആ നൂല് ചുറ്റി ഒരു പെറ്റൽ തയ്ച്ചു. പിന്നെ അത് തന്നെ വീണ്ടും താഴോട്ട് കുത്തിയിറക്കി വീണ്ടും അത് പഴയ സ്ഥാനത്ത് തന്നെ നമ്മൾ വീണ്ടും ആദ്യം തുടങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും കുത്തിയെടുക്കുകയാണ്. അത് കുത്തിയെടുത്തിട്ട് വീണ്ടും ഇനി 3ാമത്തെ ലൈൻ താഴേക്ക്, ആദ്യം തയ്ച്ച സ്ഥലത്തു നിന്ന് വീണ്ടും താഴേക്ക് തന്നെ തയ്ക്കുക. പിന്നെ വീണ്ടും ആ നൂലൊന്ന് ചുറ്റിയെടുക്കുക. ഇനി നമ്മൾ 8 പെറ്റൽസ് ഉള്ളത് ഇതുപോലെ തന്നെ 8 പെറ്റൽസ് ഉള്ള ഫ്ലവറാണ് തയ്ക്കുന്നത്, ലേസി ഡേസി. അതെങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ മുകളിലേക്കും താഴേക്കും 4 ഇതളുകൾ തയ്ക്കുന്നു.
ലോങ് ആൻഡ് ഷോർട്ടാണ് കേട്ടോ. അതിന് നമ്മൾ 3 ലൈനാണ് ഇട്ടേക്കുന്നത്. ആദ്യം ഫസ്റ്റ് ലൈനിൽ സൂചി നൂലും തയ്ക്കുക. എന്നിട്ട് ആ ലോങ് തയ്ക്കുന്നത് 3 ലൈനിലും കൂടെ ചേർത്താണ്, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള. അതിൻ്റെ കൂടെ ഷോർട്ട് തയ്ക്കുമ്പം ആ ഒന്നാമത്തെ ലൈനിലും രണ്ടാമത്തെ ലൈനിലും മാത്രമാണ് ഷോർട്ട് തയ്ക്കുന്നത്. ലോങ് തയ്ക്കുമ്പോൾ 3 ലൈനും ചേർത്ത് ഇതാ ഒന്ന് നോക്കിക്കോളൂ. ഒരു ലോങ് 3 ലൈനിൽ, ഇനി അടുത്ത ഷോർട്ട് തയ്ക്കുന്നത് ആ 2 ലൈൻസിൽ. ഇനി നമുക്കിത് എൻഡ് പോർഷൻ വരെ തയ്ക്കാം. അപ്പം ഞാൻ പല കളറിലുള്ള നൂലുകൾ ഉപയോഗിച്ചാണ് ഇത് തയ്ക്കുന്നത്. ഇനി ഇതാ നമ്മൾ എൻഡ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാ നോക്കിക്കോളൂ, വീണ്ടും ഒന്നുകൂടെ ലോങ്ങും ഷോർട്ടും. അപ്പോൾ ഇതാ ലേസി ഡേസിയും ലോങ് ആൻഡ് ഷോർട്ടും സ്റ്റിച്ച് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇതാ കണ്ടോളൂ, എല്ലാവരും തയ്ക്കണേ, തയ്ച്ച് പഠിക്കണം എല്ലാവരും. ഇപ്പം നമ്മൾ കുറേ സ്റ്റിച്ചായി. ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത 2 സ്റ്റിച്ചുമായി വരുന്നത് വരെ ബൈ ബൈ.